ഗൈസ്, നമ്മുടെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ നാളെ. അപ്പം നമ്മളിത് തലേ ദിവസം പോകാമെന്ന് വിചാരിച്ചു. കാശ് ഇതേ മഴ ഒക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഏട്ടാ ഇത് ടയറൊക്കെ ശരിയാക്കാനുള്ള കാരണം അതൊക്കെ ശരിയാക്കി നമ്മളിനി അമ്മനെ വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അത് നമ്മളവിടെ എത്തി. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. കസിൻസിനായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരായിട്ടൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. നമ്മൾ അമ്മനെ അവിടെ ആക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരും കേട്ടോ, ഞാനും ഏട്ടനും കൂടി. അപ്പോൾ അത് ഏട്ടൻ പറഞ്ഞു ഇത് കൂടെ പോയാൽ വേഗം എത്തും തന്നെ പോയതാണ്. ചെറുതായിട്ടൊന്ന് വഴി തെറ്റി, പിന്നെ സെറ്റായിട്ട് വഴിയൊക്കെ ഓക്കെ ആയി. നമ്മൾ പോകുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് എൻഗേജ്മെൻറ്റ് ഡേ ആണ് കേട്ടോ. എനിക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിതേ മുല്ലപ്പൂ ഒക്കെ വാങ്ങി തിരൂർ പോയിട്ട്. അപ്പോൾ ഞാൻ പുതിയ മൂക്കുത്തി ഇട്ടു, കണ്ടു എൻ്റെ പുതിയ മൂക്കുത്തി. അവിടെ എത്തിയപ്പോൾ പിള്ളേർക്കൊക്കെ ഹാജരായിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി കളിക്കുകയൊക്കെ ചെയ്യാണ്. ഇതാണ് കേട്ടോ പെണ്ണ്, ഇതല്ല പെണ്ണ്, ഇതിൻ്റെ ബാക്കിലുള്ളതാണ് കേട്ടോ പെണ്ണ്. ഇതേ നിൽക്കുന്നു ആള്. അങ്ങനെ ഇത് ചെക്കൻ കൊടുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് അവർ ഡ്രസ്സ് മാറ്റിച്ചതാണ്. ഇതാണ് ചെറുക്കൻ. അപ്പോൾ അത് രണ്ടാളും കൂടി അവിടെ ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കാര്യം. ഇന്നത്തെ കണ്ടന്റാണ്. കെട്ടിയണ കഴിച്ചെടുക്കണം. നല്ല തീറ്റയാണ്. കണ്ടാ കോഴിക്കാലൊക്കെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കാണ് കേട്ടോ. പിന്നെ അത് രണ്ടാമത്തെ ഡ്രസ്സും ഇടിപ്പിച്ചിട്ടോ, ചെക്കൻ കൊണ്ടുവന്ന ഡ്രസ്സ് ഇടിപ്പിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം ആയിട്ട് നന്ദി പോയി. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കസിൻസ് എല്ലാവരും കൂടി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തീരെ വെയ്യായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരുമാതിരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.